ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദനെ പ്രഭാവതി തന്നെയാണ് വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഐസക്കിനും ഇസബെല്ലിനും ഒരുപോലെ സംശയമുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് അവർ ആലോചിക്കുന്നു. പ്രഭാവതിയോട് പോയി സംസാരിക്കാനും അവിടെ നന്ദനുണ്ടോ എന്ന് നോക്കാനും അരുന്ധതിക്ക് മാത്രമേ സാധിക്കൂ എന്ന് അവർ കരുതുന്നു. മുൻപൊരിക്കൽ നന്ദനോട് സംസാരിക്കാൻ അരുന്ധതി ബെഡ്റൂം വരെ പോയിട്ടുള്ളതിനാൽ വീണ്ടും ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോകാൻ അരുന്ധതി തീരുമാനിക്കുന്നു. ഇത് ഇസബെല്ല ഋഷിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന നാടകമാണ്. ഇസബെല്ലയുടെ പേടിയാണ് നന്ദൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ എവിടെയാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് ഇസബെല്ല കെവിനോട് പറയുന്നു. ഇത് കേട്ട കെവിൻ ചോദിക്കുകയാണ്, ഇസബെല്ലയെ ഞെട്ടിച്ചുകൊണ്ട് കെവിൻ ചോദിക്കുകയാണ്, ഋഷിയെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുമോ? നന്ദന്റെ മേൽ ഇത്രയും കളികൾ കളിച്ച അവനെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അവൻ നമ്മളെ ചതിക്കില്ല എന്ന് എന്താ ഉറപ്പ്? ഋഷിയാണ് നന്ദനെ കൊണ്ടുപോയതെങ്കിൽ കേസ് തെളിയിക്കാതിരിക്കാൻ അവൻ നന്ദനെ അപായപ്പെടുത്തുമെന്ന് കെവിൻ വ്യക്തമാക്കുന്നു. ഇത് കേട്ട് ഇസബെല്ല ഭയപ്പെടുന്നു. കേസ് എത്രയും പെട്ടെന്ന് തെളിയിക്കണമെന്ന് ദേവിക ഐസക്കിനോട് പറഞ്ഞിട്ടുണ്ട്. കേസ് ഇനിയും നിസ്സാരമായി വിട്ടാൽ അത് പാപ്പന്റെ ജോലിയെയും തങ്ങളെയും ബാധിക്കുമെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അരുന്ധതിയും ദേവികയും ഋഷി നിർബന്ധത്തിനനുസരിച്ച് അരുന്ധതി ചന്ദ്രോത്ത് വീട്ടിൽ പോയി ദേവികയെ കാണുന്നു. അരുന്ധതി ചോദിക്കുകയാണ്, നന്ദൻ എവിടെ? നിങ്ങളെല്ലാവരും ചേർന്ന് അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ? പ്രഭാവതിയും എല്ലാവരും തന്നെയാണ് ഇതിന് പിന്നിലെന്ന് എനിക്ക് നന്നായി അറിയാം. ഇത് കേട്ട ദേവികയുടെ മറുപടി, ദേവിക ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. മേഡം എന്തിനാണ് പേടിക്കുന്നത്? ഋഷിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നന്ദുവാണ്. നന്ദു എന്തായാലും ശിക്ഷ അനുഭവിക്കും. കേസ് തെളിയുന്നതോടെ ആരാണ് കുറ്റവാളിയെന്ന് പുറത്തു വരും. ഹരിവക്കീൽ തന്നെയാണ് ഇതിനെല്ലാം മുന്നിൽ നിൽക്കുന്നത് എന്ന് ദേവിക മറുപടി നൽകുന്നു. ഇത് കേട്ട പ്രഭാവതി നിലപാട് തുറന്നു പറയുകയാണ്. പണ്ടത്തെ സൗഹൃദത്തിന്റെ പേരിൽ സംസാരിക്കാതെ പ്രഭാവതി അരുന്ധതിക്ക് കൃത്യമായ മറുപടി നൽകുന്നു. ഹരിവക്കീൽ വന്നത് ഒരിക്കലും നന്ദനെ രക്ഷിക്കാനല്ല, എല്ലാ സത്യങ്ങളും തെളിയിക്കാനാണ് എന്ന് പ്രഭാവതി വ്യക്തമാക്കുന്നു. ഇവരുടെ ഈ ആത്മവിശ്വാസം അരുന്ധതിയെ കൂടുതൽ തളർത്തുന്നു. ഹരിവക്കീൽ ഐസക്കിനോട് നേരിട്ട് ചോദിക്കുന്നു, 2 ദിവസമായി നന്ദനെ കാണാനില്ലെന്ന് പരാതി നൽകിയിട്ടും നിങ്ങളുടെ കേസ് എന്തുകൊണ്ട് പുരോഗമിക്കുന്നില്ല? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഋഷിയുടെയും നന്ദന്റെയും കാര്യത്തിൽ എനിക്ക് ഒരേപോലെ സംശയമുണ്ട്. അതുകൊണ്ട് ഈ 2 കേസും ഒന്നിച്ച് അന്വേഷിക്കണം. ഇത് കേട്ട വക്കീലിന്റെ മുന്നറിയിപ്പാണ്, നന്ദന്റെ കേസ് അന്വേഷിച്ച റിപ്പോർട്ടുകൾ എനിക്ക് എത്രയും പെട്ടെന്ന് കാണണം. ഇനിയും കേസ് ഉഴപ്പാനാണ് പ്ലാനെങ്കിൽ മറ്റൊരു ഓഫീസറെ ഇതിനായി നിയമിക്കേണ്ടി വരും. ആ സമയം നിങ്ങൾ എല്ലാത്തിനും മറുപടി പറയേണ്ടി വരും എന്ന് ഹരിവക്കീൽ താക്കീത് നൽകുന്നു. ഇത് കേട്ട് ഐസക്കിനാകെ ഭയമാകുന്നു. ഇനി എന്തെങ്കിലും അന്വേഷിച്ചാൽ അത് ചെന്ന് അവസാനിക്കുക ഇസബെല്ലിന്റെ മേലിലായിരിക്കുമെന്നോർത്ത് ഐസക് മറുപടി ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്നു. തുടർന്നുള്ള എപ്പിസോഡുകളിൽ പുതിയ ഓഫീസർ വരികയാണെങ്കിൽ ഐസക്കും ഇസബെല്ലയും പെട്ടെന്ന് തന്നെ കുടുങ്ങുമെന്ന സൂചനയോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.